പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിന് ശേഷം പങ്കുവെക്കാനുള്ള കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പങ്കുവെക്കുന്നത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യത്തേത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷൻ, അതിലെ ടോങ്ക ലോവ തുടങ്ങിയവരാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. അവർ ഡിഫെൻഡ് ചെയ്തത് സ്ട്രീറ്റ് പ്രോഫിറ്റ് എന്ന ടീമിനെ എതിരെയാണ്. അവർക്കെതിരെ സക്സസ്ഫുള്ളായിട്ട് അവർക്ക് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചു, റീടേൺ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഈ സ്ട്രീറ്റ് പ്രോഫിറ്റിനെ ആക്രമിക്കുന്ന ബ്ലഡ് ലൈനെ, സ്ട്രീറ്റ് പ്രോഫിറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടി DIY വരുന്നതും പിന്നീട് DIYനെ ഈ സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് ആക്രമിക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ബ്ലഡ് ലൈൻ വേഴ്സസ് DIY ആ ഒരു സ്റ്റോറി ഇനിയും തുടരും എന്നുള്ളതിൻ്റെ ഒരു സൂചന നൽകിയിട്ടുണ്ട്. സ്ട്രീറ്റ് പ്രോഫിറ്റിനും ഇതിൽ ഒരു ഓപ്ഷൻ ബാക്കിയുണ്ട് എന്നുള്ളൊരു നിലയിൽ തന്നെയാണ് അവർ ഇന്നത്തെ സ്മാക്ഡൗൺ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടൈറ്റിൽ ഡിഫൻസ് നമുക്കിന്ന് കാണാൻ സാധിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെതായിരുന്നു. നിലവിലെ ചാമ്പ്യനായ LA നൈറ്റിൻ്റെ കരിയറിലെ ആദ്യ US ടൈറ്റിൽ ഡിഫൻസ് ആയിരുന്നു. സാന്റോസ് എസ്കോബർ എന്ന റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഏഞ്ചലോയും ഹുംബർട്ടോയും ചേർന്ന് LA നൈറ്റിനെ ബ്രൂട്ടലായി ആക്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് സാന്റോസിനെ പരാജയപ്പെടുത്തി LA നൈറ്റിൽ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നു. അതിനുശേഷം LA നൈറ്റ് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡ്, അതായത് ജർമ്മനിയിൽ വെച്ച് നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ അതിലൊരു ഓപ്പൺ ചലഞ്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. US ടൈറ്റിൽ മത്സരം തന്നെയാണ് ഓപ്പൺ ചലഞ്ചിലെ ഒരു സ്റ്റിപ്പുലേഷനായി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു സർപ്രൈസ് റിട്ടേൺ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്ന താരം അത് AJ സ്റ്റൈൽസ് ആണ്. AJ സ്റ്റൈൽസിൻ്റെ തിരിച്ചുവരവിന് WWE കരുക്കൾ നീക്കുന്നുണ്ട് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു റിപ്പോർട്ടൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. അന്നേ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. എന്നാൽ ഇതുവരെ കഴിഞ്ഞ 2 സ്മാക്ഡൗൺ എപ്പിസോഡായിട്ട് AJയുടെ ഒരു അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. മിക്കവാറും LA നൈറ്റ് വേഴ്സസ് AJ തമ്മിലുള്ള ആ ഒരു സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ്റെ ഭാഗമായി AJ സ്റ്റൈൽസിൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റും കൂടി പങ്കുവെക്കാനുണ്ട്. അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ US ടൈറ്റിൽ ഓപ്പൺ ചലഞ്ച് കൂടാതെ വുമൻസിൻ്റെ ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് നിലവിലെ വുമൻസ് ചാമ്പ്യനായ നയ ജാക്സ് മിച്ചിൻ എന്ന് പറയുന്ന റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. നയ ജാക്സിൻ്റെ ആദ്യ ടൈറ്റിൽ ഡിഫൻസ് ആണ്. ഇതൊരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമായിട്ടാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. മറ്റൊരു അപ്ഡേറ്റ്, ബാഷ് ഇൻ ബെർലിൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതിയ ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിലെ വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാരായ അൺഹോളി യൂണിയൻ എന്ന് പറയുന്ന ടീം ബിയാങ്ക ബെലേർ, ജേഡ് കാർഗിൽ തുടങ്ങിയവർക്കെതിരെ അവരുടെ റീമാച്ച് ക്ലോസ് പ്രകാരമുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഡിഫൻസ് ആണ് കൺഫേം ചെയ്തിട്ടുള്ളത്. സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന 6 വുമൺ ടാഗ് ടീം മത്സരത്തിൽ അൺഹോളി യൂണിയൻ, ബ്ലെയർ ഡെവൻപോർട്ട് തുടങ്ങിയവരുടെ ടീമിനെ നയോമി, ജേഡ് കാർഗിൽ, ബിയാങ്ക തുടങ്ങിയവരുടെ ടീം പരാജയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. മറ്റൊരു അപ്ഡേറ്റ് ബ്ലഡ് ലൈനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലെ ടാഗ് ടീം ടൈറ്റിൽ ഡിഫൻസിന് മുൻപ് ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ സോളോ നടത്തുകയുണ്ടായി. ജേക്കബ് ഫാറ്റിനോട് ആ ഒരു ടാഗ് ടൈറ്റിൽ ടാങ്കാലോയുടെ കയ്യിലേക്ക് കൊടുക്കാനും ജേക്കബ് ഫാറ്റു സോളോ സിക്കോവയുടെ പേഴ്സണൽ എൻഫോഴ്സറായിട്ട് നിൽക്കാനും സോളോ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് പ്രകാരം താൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതും ജേക്കബ് ഫാറ്റു പറയുന്നുണ്ട്. ജേക്കബ് ഫാറ്റു ഒറ്റയടിക്ക് സോളോയെ ചതിക്കാൻ സാധ്യത ഉണ്ടെന്ന് അവർ പറയുന്നില്ലെങ്കിലും ജേക്കബ് ഫാറ്റു ഇത് മൂലം ഭാവിയിൽ സോളോ സിക്കോവയെ ആക്രമിക്കാനും ബ്ലഡിൻ്റെ ആ ഒരു നേതൃത്വം ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. ജേക്കബ് ഫാറ്റു അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്ലറാണ്. അദ്ദേഹം ഇപ്പോൾ വന്നിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ കാണികളുടെ ഭാഗത്തു നിന്ന് വമ്പൻ സപ്പോർട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കിഡിലൻ പെർഫോമറാണ്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ജേക്കബ് ഫാറ്റു എന്തായാലും ബ്ലഡിൻ്റെ ലീഡറാകാൻ ഒരു യോഗ്യതയുള്ള ഒരു റെസ്ലറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ സോളോയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ്, ജേക്കബിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ടാഗ് ടൈറ്റിൽ മേടിക്കുന്ന ഒരു മൂവ്മെൻറ്റ് വരെ നമുക്ക് കാണാൻ സാധിച്ചത് കൊണ്ട് തന്നെ ഭാവിയിൽ ജേക്കബ് ഫാറ്റു സോളോ സിക്കോവയെ ചതിക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സ്റ്റോറി നമുക്ക് കാണാൻ സാധിക്കും. 101% നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചേക്കുക. അത് നടക്കാൻ തന്നെ ചെയ്യും. മറ്റൊരു സ്റ്റോറി പങ്കുവെക്കാനുള്ളത് മെയിൻ ഇവൻറ്റിലെ ആ ഒരു ടാഗ് ടീം മത്സരത്തെ സംബന്ധിച്ചും അതിനുശേഷമുള്ള ചെറിയൊരു മൊമെൻറ്റിനെ സംബന്ധിച്ചുമാണ്. കെവിൻ ഓവൻസ് കോഡി റോഡ്സിനെ ചതിക്കുമോ? ഇത്തരത്തിലുള്ള ഒരു രീതിയിലാണ് നിലവിൽ കോഡി വേഴ്സസ് KO സ്റ്റോറി അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ടാഗ് മത്സരത്തിൽ മെയിൻ ഇവൻറ്റിൽ വിജയിച്ചു എന്നുണ്ടെങ്കിലും KO പെട്ടെന്ന് ആ ഒരു ടൈറ്റിലെടുത്ത് കോഡിയെ ആക്രമിക്കുമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി. പിന്നീട് KO കോഡിയുടെ കൈ എടുത്ത് പൊന്തിച്ച് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ കെവിൻ ഓവൻസ് ചതിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു രീതിയിൽ കെവിൻ ഓവൻസ് തന്നെ കോഡി റോഡ്സിനോടൊക്കെ ഇങ്ങനെ ബാക്ക് സ്റ്റേജിൽ സെഗ്മെൻറ്റിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കെവിൻ ഓവൻസ് ചതിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ബാഷ് ഇൻ ബെർലിൻ എന്ന് പറയുന്ന ഇവൻറ്റിൽ കെവിൻ ഓവൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോഡി റോഡ്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്താലും ഇരുവരും ഇങ്ങനെ കൈ ഉയർത്തി
നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റ് കാണിച്ചുകൊണ്ട് അവരുടെ മത്സരത്തിനുള്ള എല്ലാവിധ ഭാഗങ്ങളും അവർ അവസാനിപ്പിക്കും. ഈ ഒരു സ്റ്റോറി ബാഷ് ഇൻ ബെർലിനിൽ അവസാനിപ്പിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കെവിൻ ഓവൻസ് എന്തായാലും കോഡി റോഡ്സിനെതിരെ തിരിയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം സ്മാക്ഡൗണിൽ നിലവിലെ സ്റ്റോറി ലൈൻ പ്രകാരം കെവിൻ ഓവൻസ് ഹീലാകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഹീലായാൽ തന്നെ നിലവിൽ കെവിൻ ഓവൻസിന് കിട്ടുന്ന ആ ഒരു ടി വിയിലെ സ്ക്രീൻ ടൈം, സ്റ്റോറി ലൈൻ ഇമ്പോർട്ടൻസ് അതൊരിക്കലും കെവിൻ ഓവൻസിന് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് കെയോ ഹീലാകില്ല എന്നുള്ളത് 101% നിങ്ങൾ മനസ്സിൽ കരുതുക. മറ്റൊരു അപ്ഡേറ്റ് അവസാനത്തേതായി പങ്കുവെക്കാനുള്ളത് റോമൻ റെയിൻസിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ചാണ്. റിട്ടേൺ ഡേറ്റ് എന്നായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നിലവിൽ ഇനി ഏതൊക്കെ സ്മാക്ഡൗൺ എപ്പിസോഡിലാണ് റോമൻ റെയിൻസ് അപ്പിയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല. പക്ഷേ സർവൈവർ സീരീസ് എന്ന് പറയുന്ന ഈ വർഷത്തെ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നവംബർ മാസത്തിലാണ് നടക്കാൻ പോകുന്നത്. അതിലെ വാർ ഗെയിംസിലേക്ക് റോമൻ റെയിൻസിനെ ഇപ്പോൾ തന്നെ അഡ്വർട്ടൈസ് ചെയ്യുന്നുണ്ട്. വാർ ഗെയിംസിൽ റോമൻ്റെ ബ്ലഡ് ലൈനും സോളോയുടെ ബ്ലഡ് ലൈനും തമ്മിലുള്ള വാർ ഗെയിംസ് മത്സരമായിരിക്കും നടക്കുക എന്നുള്ളതും ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപുള്ള സ്മാക്ഡൗൺ എപ്പിസോഡിലൊക്കെ റോമൻ റെയിൻസ് അപ്പിയർ ചെയ്യുമെന്നുള്ളത് 101% ഉറപ്പാണ്. പക്ഷേ കൃത്യമായി അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സ്മാക്ഡൗൺ എപ്പിസോഡിലോ റോമൻ റെയിൻസ് വരുന്നു എന്നുള്ളൊരു രീതിയിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല. എന്തായാലും നവംബർ മാസത്തിന് മുൻപ് റോമൻ റെയിൻസിൻ്റെ കൂടെ ജെ ഊസോ, ജിമ്മി യൂസോ തുടങ്ങിയവരൊക്കെ ജോയിൻ ചെയ്യാൻ എല്ലാവിധ സാധ്യതയുമുണ്ട്. അത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും റോമൻ റെയിൻസ് നിലവിൽ മാറി നിൽക്കുന്നത് അദ്ദേഹത്തിന് പാർട്ട് ടൈം ഷെഡ്യൂൾ ഉള്ളത് കൊണ്ടാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് ഇഞ്ചുറി ഒന്നും സംഭവിച്ചിട്ടില്ല. റോമൻ റെയിൻസിൻ്റെ പാർട്ട് ടൈം ഷെഡ്യൂളാണ്. ആ ഒരു പാർട്ട് ടൈം ഷെഡ്യൂളിൻ്റെ ഭാഗമായി റോമൻ റെയിൻസ് മാറി നിൽക്കുന്നു. എന്തായാലും റോമൻ റെയിൻസ് തിരികെ വന്നാൽ ഈ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെതിരെ തന്നെ പോരാടുന്ന സ്റ്റോറി കണ്ടിന്യൂ ചെയ്യും. ഇതൊക്കെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്സുകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേറ്റ്, ഇന്ന് ബ്രേവൈറ്റ് മരിച്ചിട്ട് ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിയാണ്. ബ്രേവൈറ്റ് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത പ്രൊഫഷണൽ റെസ്ലറായിരുന്നു. ഒരു വർഷം മുൻപ് അദ്ദേഹം ഉറക്കത്തിനിടയിലാണ് നമ്മളെ വിട്ട് പിരിഞ്ഞത്. നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ബ്രേവൈറ്റിൻ്റെ മരണ വാർത്ത എന്ന് പറയുന്നത്. ബ്രേവൈറ്റ് തുടങ്ങി വെച്ച ആ ഒരു സ്റ്റോറി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ബോ ഡാലസ് വൈറ്റ് 6 എന്ന സ്റ്റോറിയിലൂടെ നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ഉള്ള റോ എപ്പിസോഡിലെ ഏറ്റവും കിടിലൻ സ്റ്റോറിയും നിലവിൽ വൈറ്റ് 6-ൻ്റേതാണ്. ബ്രേവൈറ്റിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.